I now invite Sri N. Shamsuddin, Minister Designate, to take the oath of office and oath of secrecy. മുസ്ലിം ലീഗിൽ നിന്നുള്ള എൻ ഷംസുദ്ദീനാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഷംസുദ്ദീനും ഇത്തരത്തിൽ വലിയ നേട്ടം എന്നതാണ്. നിരവധി പേരുകൾ ഉയർന്നു വന്നിരുന്നു. അതിൽ തന്നെ ആരെയാണ് പരിഗണിക്കാൻ പോകുന്നത്? വിദ്യാഭ്യാസം പോലെയുള്ള ഒരു വകുപ്പായിരിക്കുമോ ഷംസുദ്ദീൻ കൈകാര്യം ചെയ്യുക എന്നതിൽ അല്പസമയത്തിനകം വ്യക്തത കൈവരും. എന്തുതന്നെയാണെങ്കിലും മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് സന്തോഷത്തിൻ്റെ നിമിഷമാണ്. കാരണം തുടർച്ചയായ വിജയങ്ങൾ 1.5 പതിറ്റാണ്ടായി ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഷംസുദ്ദീൻ ഇത്തവണ മന്ത്രിസഭയിലേക്ക് എത്തുന്നു. എൻ ഷംസുദ്ദീൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനഃസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. എൻ ഷംസുദ്ദീൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ വിദ്യാർത്ഥി സംഘടനയിലൂടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഷംസുദ്ദീനാണ്. ഷംസുദ്ദീൻ ഇപ്പോഴിതാ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. 2005 മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായി ആണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. 2011 മുതൽ മണ്ണാർക്കാട് എന്ന നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇത്തവണ മൂന്നാം ടൈം MLA പദവിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനം തേടി എത്തുന്നു എന്നതാണ്. ഷംസുദ്ദീൻ ഏതു വകുപ്പ് മുസ്ലിം ലീഗിലെ നൽകുന്ന വകുപ്പുകൾ, ആ വകുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഷംസുദ്ദീൻ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് അറിയുന്നത്. ഇപ്പോൾ കെ സുധാകരൻ ഉൾപ്പെടെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നു. അദ്ദേഹം അല്പസമയം മുമ്പാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയത്. വലിയ തിരക്ക് ആയതിനാൽ അദ്ദേഹത്തിന് എത്തിപ്പെടാൻ കാലതാമസമുണ്ടായി എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം. മറ്റെല്ലാ നേതാക്കളും, കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാവരും തന്നെ വളരെ നേരത്തെ തന്നെ വേദിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എൻ ഷംസുദ്ദീൻ അദ്ദേഹത്തിന് ഗവർണർ പൂച്ചെണ്ട് നൽകി ആശംസകൾ അറിയിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.